ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് തിരുവോണത്തിൻ്റെ ദിവസമാണ്. ഞാൻ സദ്യക്കുള്ള പരിപാടി നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് ബീട്രൂട്ട് പച്ചടിയും ചോറും പപ്പടം പായസം ആക്കിയാൽ മതി. കാരണം ഞങ്ങളൊരു 6-7 ഫാമിലി ഇവിടെ കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോരുത്തരും 1-2 കറിയൊക്കെ ആക്കിക്കൊണ്ട് വരും. അപ്പോൾ പിന്നെ പണി കുറവാണ്. ആ 3-4 സാധനം കുറച്ച് ക്വാണ്ടിറ്റിയിലാക്കിയാൽ മതിയാവും. അപ്പോൾ അതിലെൻ്റെ ബീട്രൂട്ട് പച്ചടിയുടെ ബീട്രൂട്ട് വേവിച്ച് വെച്ചു. ചോറൊരു 3-4 റൗണ്ട് കുക്കറിൽ വിസിലടുപ്പിക്കേണ്ടി വരും. അപ്പോൾ ഫസ്റ്റ് റൗണ്ട് ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ചായയാക്കി. ഇനി ബ്രേക്ക്ഫാസ്റ്റ് ആക്കണം. ഇവരാരും എണീറ്റിട്ടൊന്നുമില്ല. പിന്നെ അത്യാവശ്യമായിട്ട് അത്തപ്പൂക്കളം ഇടണം. പിന്നെ അതിൻ്റെ കൂടെ എനിക്കൊരു യമണ്ട പണി കിട്ടിയിട്ടുണ്ട്. എൻ്റെ സാരിയുടെ ബ്ലൗസ് തയ്ക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇതുവരെയും കിട്ടിയിട്ടില്ല. ഞാൻ ആദ്യം നാട്ടിൽ നിന്ന് വരുമ്പോഴേ ഒരു സെറ്റും മുണ്ടും വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം അത് വീഡിയോ എടുക്കാനായിട്ട് എടുക്കുമ്പോഴാണ് അതിന് നീളമോ വീതിയോ ഒന്നും ഇല്ല, അതെനിക്ക് കൊടുക്കാനാവില്ല. പിന്നെ ഞാൻ പ്ലാൻ ബി ആയിട്ട് ഞാനൊരു സാരി വെച്ചിട്ടുണ്ടായിരുന്നു. നാസിക്കിന്ന് വാങ്ങിച്ചൊരു സാരിയാണ്. അപ്പം അതിൻ്റെ ബ്ലൗസ് തയ്ക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇന്നലെ വൈകിട്ട് കിട്ടുമെന്നാണ് പറഞ്ഞ് ഇന്നലെ ചെല്ലുമ്പോൾ അവർ കട അടച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ രാവിലെ പോയി വേണം വാങ്ങിക്കാനായിട്ട്. കിട്ടുമോ അവരിവിടെ ഇല്ല. ആരെ കൊണ്ട് കട തുറന്ന് എടുത്തു തരാമെന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. പിന്നെ അങ്ങോട്ട് അത് പോയി നോക്കണം. പാലൊക്കെ വാങ്ങിക്കാനായിട്ട് പോകണം. അങ്ങനെ കുറച്ച് പണിയുണ്ട്. അതിന് മുമ്പ് അത്തപ്പൂക്കളം ഇടണമെന്ന് വിചാരിക്കുന്നു. മക്കളൊന്നും എണീറ്റില്ല, അവരെയൊക്കെ വിളിച്ച് എണീപ്പിക്കണം. അങ്ങനെ പിന്നെ ഞാൻ പോയിട്ട് ബാക്കി ചോറും കൂടെ വെച്ചു. കുറച്ച് കുക്കറിലും വെച്ചു, കുറച്ച് കലത്തിലും വെച്ചു. ആദ്യം വെച്ചിട്ടുണ്ടായിരുന്നത് ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റി. ഞങ്ങളൊരു 15 പേരും പിന്നെ ഒരു 10 കുട്ടികളും ഉണ്ട് കേട്ടോ. പിന്നെ ബീട്രൂട്ട് വരട്ടി വെച്ചതാണ്. കുറച്ച് ചട്നി അരച്ചു വെച്ചു. എന്നിട്ട് ഞാൻ നമ്മുടെ ടൈലറിൻ്റെ അടുത്ത് പോവാണ്. എൻ്റെ ബ്ലൗസ് വാങ്ങിക്കാനായിട്ട് വീട്ടിൽ നിന്ന് അതേ കൊല്ലത്തിലിറങ്ങി പോയതാണ്. കാരണം ലേറ്റ് ആയതുകൊണ്ട് ടെൻഷൻ ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവരാരെയോ കൊണ്ട് കട തുറപ്പിച്ച് എടുത്തു തരാമെന്നാണ് പറഞ്ഞത്. ബ്ലൗസ് കണ്ടത് എൻ്റെ സകല കൺട്രോളും പോയി. കാരണം ഞാൻ പറഞ്ഞ പോലെ അല്ല കേട്ടോ അവർ തയ്ച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞ നെക്കല്ല വെച്ചിട്ടുണ്ടായിരുന്നു. ഈ പൈപ്പിംഗ് ഒക്കെ അവർ സ്വന്തം ഇഷ്ടത്തിനങ്ങ് വെച്ചതാണ്. പൈപ്പിംഗ് ഒക്കെ പിന്നെ ഫിറ്റിംഗ് എനിക്ക് ഇടാൻ പറ്റുന്നുണ്ടായിരുന്നു, പക്ഷേ എങ്കിൽ ഷോൾഡർ കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ അതുകൊണ്ട് പോയി പാലൊക്കെ വാങ്ങിച്ചു. പായസം വെക്കാനുള്ള പാൽ വാങ്ങിച്ചു, തിരിച്ചു വന്നു. ഇപ്പോൾ ഒന്ന് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായില്ല കേട്ടോ. പിന്നെ ഞാൻ അത്തപ്പൂക്കളത്തിൻ്റെ പണിയൊക്കെ ചെയ്തു. അതൊക്കെ വെച്ച് പിന്നെ ഞാൻ പോയി റെഡി ആയിട്ടൊക്കെ വരുമ്പോഴത്തേക്കും എല്ലാവരും വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പിന്നെ ചിക്കൻ്റെ സ്നാക്സ് ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ നമ്മൾ ആദ്യമേ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നു. കുറേ നേരം കത്തിയൊക്കെ വെച്ച് ഞാൻ പിന്നെ പായസവും വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയം പിന്നെ ലഞ്ചൊക്കെ കഴിക്കുന്ന സമയം ആകുമ്പോഴത്തേക്ക് നമ്മൾ ഇലയൊക്കെ ഇട്ട് എപ്പോഴും ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം കുഞ്ഞുങ്ങൾ കഴിക്കും, പിന്നെ ലേഡീസ് കഴിക്കും, പിന്നെ അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ജെൻസ് കഴിക്കുക. അങ്ങനെയാണ് നമ്മൾ എല്ലാ കൊല്ലം. നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ടൊരു 4 കൊല്ലമായി. ഈ 4 കൊല്ലത്തിൽ 4 കൊല്ലവും നമ്മൾ ഇവിടെ തന്നെയാണ് കേട്ടോ. നമ്മുടെ വീട്ടിലാണ് ആഘോഷിക്കൽ. ഇവിടെ കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു, മുറ്റത്തൊക്കെ സ്ഥലം ഉണ്ടായിരുന്നു. നമ്മൾ ഇവിടെ തന്നെയാണ് ആഘോഷിക്കൽ. അപ്പോൾ എപ്പോഴും ഇങ്ങനെ ഓരോ ഫാമിലി 1-2 കറിയൊക്കെ ആക്കിയിട്ട് വന്ന് എപ്പോഴും ഇങ്ങനെയാണ് കേട്ടോ കൂടുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് പണി കുറച്ച് കുറവായിരിക്കും, പക്ഷേങ്കിൽ നിറയെ ഐറ്റംസ് ഉണ്ടാവും, കുറേ കറികളുണ്ടാവുമല്ലോ. അങ്ങനെ നല്ല രസമാണ്. പിന്നെ എല്ലാവരും കൂടെ കൂടുമ്പോഴല്ലേ ഒരു ഇത് വരുന്നത്. പിന്നെ നമ്മൾ ആദ്യം ഉണ്ടായിരുന്ന ഫാമിലീസൊക്കെ കുറേ പേരൊക്കെ പോയി. ഇനിയിപ്പം അടുത്ത കൊല്ലത്തേക്ക് ചിലപ്പോൾ നമ്മളും ഉണ്ടാവില്ല ഇവിടെ. നമ്മൾ ഇവിടുന്ന് പോകാനൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ അപ്പോൾ ഇത് നമ്മുടെ ഇവിടുത്തെ ലാസ്റ്റ് ഓണം ആവാനാണ് ചാൻസ്. അങ്ങനെ പിന്നെ നമ്മൾ ഇരുന്നിട്ടുണ്ട്. മക്കൾ കഴിച്ചു കഴിഞ്ഞു. പിന്നെ ഇല എടുത്തിട്ട് നമ്മളാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവർ നമുക്ക് സെർവ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മളും കഴിച്ചു. പിന്നെ അടുത്തത് ജെൻസാണ് കേട്ടോ ഇരുന്നത്. ഇത്രയും കറി ഉണ്ടായിരുന്നു. പപ്പടം, പച്ചടി, അവിയൽ, ഓലൻ. ഇതിൽ ട്രിവാൻഡ്രം സ്റ്റൈലും കണ്ണൂർ സ്റ്റൈലും കോഴിക്കോട് സ്റ്റൈലും ഒക്കെ ഉണ്ട് കേട്ടോ. കാരണം പലയിടത്തു നിന്നുള്ള ആൾക്കാരല്ലേ. പിന്നെ 3 പായസം ഉണ്ടായിരുന്നു. പാലട, സേമിയ പായസം, കടലപ്രഥമൻ ഉണ്ടായിരുന്നു. പിന്നെ പച്ചമോരുമാണ് കേട്ടോ ആ ഗ്ലാസ്സിൽ വിളമ്പിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ എല്ലാവരും പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. മക്കളൊക്കെ അപ്പോഴത്തേക്ക് പൂക്കളത്തിലൊക്കെ കളിച്ച് അത് പിന്നെ അങ്ങനെ പറത്തി വിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വിചാരിച്ച് ഗെയിംസ് എന്തെങ്കിലുമൊക്കെ കളിക്കുക. സാധാരണ നമ്മൾ ഒരു ലഞ്ചൊക്കെ കഴിച്ച് കുറച്ച് നേരം ഒന്ന് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇറങ്ങിയത്. അല്ലെങ്കിൽ നമ്മൾ കിടന്നു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എണീക്കാനാവില്ല. വയറൊക്കെ സദ്യയൊക്കെ കഴിച്ച് വയറ് നിറങ്ങിയിട്ട് കിടന്നാൽ പിന്നെ എണീക്കലേ ഉണ്ടാവില്ല. പിന്നെ നമ്മൾ ഗെയിംസൊക്കെ വെക്കാമെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും പുറത്തിറങ്ങിയിട്ടുണ്ടായി. ഇങ്ങനെ കുറേ ഗെയിംസൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. മക്കളുടേതും ലേഡീസിൻ്റെതും പിന്നെ ജെൻസിൻ്റെ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിങ്ങനെ ബോൾ പാസ് ചെയ്ത് സോങ് നിർത്തുമ്പോഴത്തേക്ക് നമ്മൾ അവർ ഔട്ടാവുന്ന ആ ഒരു നമ്മുടെ കസരകളിയുടെ വേറൊരു വേർഷൻ. അങ്ങനെയൊക്കെ എന്തായാലും മക്കളും കുറേ എൻജോയ് ചെയ്ത് നമ്മളെല്ലാവരും എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. ഞാൻ
പിന്നെ എല്ലാത്തിൽ നിന്നും വേഗം വേഗം ഔട്ടായി പോകുന്നതുകൊണ്ട് എനിക്ക് പിന്നെ വന്ന് വീഡിയോ എടുക്കാൻ പറ്റി. അങ്ങനെ ഈ ഗെയിം മക്കൾ കളിച്ച ഗെയിം തന്നെ നമ്മളും കളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് ജെൻസും കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും നല്ലതായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തു, എല്ലാവരും കുറേ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ സൗണ്ട് വെക്കാത്തതെന്ന് വെച്ചാൽ ഇതിൽ പാട്ട് പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ കോപ്പിറൈറ്റ് അടിച്ചാലോ എന്ന് ചെറിയൊരു പേടി ഇല്ലാതില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ കുറേ നാടൻ ഗെയിംസ് ഒക്കെ ഉണ്ടായിരുന്നു. സുന്ദരിക്ക് പൊട്ട് വെക്കൽ, ലെമൺ സ്പൂണ്, അങ്ങനെയൊക്കെ കുറേ ഗെയിംസ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ റീൽസ് എടുത്ത്, അത് പിന്നെ മാൻഡേറ്ററി ആണല്ലോ, നമ്മൾ ഓണത്തിന് എല്ലാവരും കൂടെ കൂടുന്നതല്ലേ, നമ്മളും കളിച്ചിട്ടുണ്ടായിരുന്നു ലെമൺ സ്പൂണ്. അതിൽ ഞാൻ എല്ലാത്തിലും വേഗം ഔട്ടാവുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ രാത്രി ആയപ്പോൾ ഡിന്നറൊക്കെ കഴിച്ചു. ഈ സദ്യ തന്നെയാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് നമ്മൾ നൈറ്റ് ഡ്രൈവ് പോകാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയാണ്. എൻ്റെ ചേട്ടൻ എടുത്ത് തന്നിട്ട് ഇങ്ങനത്തെയൊക്കെ ഭയങ്കര വലിയ വീഡിയോഗ്രാഫിയാണ്. അങ്ങനെ നമ്മളെല്ലാവരും പെറുക്കിയിട്ടൊരു 3 വണ്ടി ആൾക്കാരുണ്ടായിരുന്നു. നമ്മളെല്ലാവരും കൂടെ ജലന്ധറിൽ ഈ ഒരു കോഫി ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നു. ഒരു 2 ഫാമിലി വേഗം പോയിട്ടുണ്ടായിരുന്നു ഒരു അത്യാവശ്യത്തിന്. അങ്ങനെ ബാക്കി എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഈ മക്കളെല്ലാം ഈ വണ്ടിയിൽ കയറിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും അങ്ങനെ രാത്രിയായപ്പോൾ അവിടെ എത്തി. ഒരു 12 മണിയെല്ലാം ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഡോനറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു മക്കൾക്ക് വേണ്ടിയിട്ട്. കോഫി, ഇത് പാറ്റീസാണ്, പനീർ പാറ്റീസ്, നമ്മുടെ പപ്സ് പോലത്തെ സാധനമാണ്. ഇതൊക്കെ ഉണ്ടായിരുന്നു. നമ്മളിതൊക്കെ അവിടെ നിന്ന് കഴിച്ചു. അങ്ങനെ അടിപൊളി ഒരു ഓണം നമ്മുടെ കഴിഞ്ഞു. ഒരുപാട് ഓർമ്മകളൊക്കെ ഉള്ള നല്ല അടിപൊളി ഒരു ദിവസമായിരുന്നു. അപ്പോൾ അത്രയുള്ള വീഡിയോസ് ഇഷ്ടമാണ്. ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബൈ.